നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ആകാശത്തെങ്ങും തേടേണ്ടതീ, താഴെ ഭൂമിയിൽ തേടേണ്ടതീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ടതീ, താഴെ ഭൂമിയിൽ തേടേണ്ടതീ, കനിവിൻ നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, ഇന്നുമെന്ന് ഈശോവിന്റെ കൂടെ വാഴും. ഇന്നു നിന്റെ മാനസം നീ തുറന്നിടിൽ, ഇന്നുമെന്ന് ഈശോവിന്റെ കൂടെ വാഴും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം ദൈവമഹത്വത്തിനായി നിത്യജീവന് മുൻതൂക്കം നൽകിക്കൊണ്ട് എൻ്റെ പ്രാർത്ഥനയെ പുനഃക്രമീകരിക്കുവാൻ, അതിലെ മനുഷ്യ കാര്യങ്ങള് മാറ്റി ദൈവിക കാര്യങ്ങളാക്കി പരിവർത്തനം ചെയ്യിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കർത്താവേ, മാനുഷിക കാര്യങ്ങളിൽ നിന്ന് മാറ്റി ദൈവിക കാര്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്തു സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്തു സർവ്വജഡത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. സ്തുതിക്കട്ടെ, ഭാഷാപരം സ്തുതിക്കട്ടെ. ദൈവമേ, ദൈവമേ, കർത്താവേ സ്പർശിക്കണമേ, കർത്താവേ കരുണ. സ്പർശിക്കണമേ കർത്താവേ, ഭാരപ്പെടുന്നവരെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്തിന്റെ ചൈതന്യത്തെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഭാരപ്പെടുന്നവരെ, രോഗപീഠങ്ങളാൽ വേദനപ്പെടുന്നവരെ, സാമ്പത്തികമായ ഭാരങ്ങളാലും ജോലിയില്ലാത്തവരെ ഈശോ കണ്ണീരോടെ പ്രാർത്ഥിക്കും. കർത്താവേ, കരുണ തോന്നണമേ, കർത്താവേ, കരുണ തോന്നണമേ. ഈശോ മക്കളില്ലാത്തവര്, വിവാഹം താമസിക്കുന്നവര്, കർത്താവേ, സാമ്പത്തിക ബാധ്യതകള്, ജോലിയില്ലാത്തവര്, രോഗപീഠങ്ങളാൽ വരിയുന്നവര്, മനോരോഗികള്, കർത്താവേ, നടുവേദനയുള്ളവര്, അസ്ഥിവേദന ലഭിക്കുന്നവര്, ശരീരത്തിലും മുഴയുള്ളവര്, തൊണ്ട രോഗികള്, കിഡ്നി രോഗികള്, തൈറോയ്ഡ് രോഗികള്, കരരോഗികള്, കർത്താവേ, അങ്ങയുടെ
തിരുരക്തത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവേ, രോഗികളോട്, സാമ്പത്തിക ബാധ്യതയുള്ളവരോട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരോട് കർത്താവേ ഈശോ, ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ തിരുവിലാവിൽ വരുവച്ചവനെ, ഈശോ കീടം ചൂടിയവനെ കർത്താവേ കർത്താവേ ഭാഷാപരത്തോടെ ജീവിക്കുന്നതിനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മരുവേറ്റ ദൈവമേ, കർത്താവേ കരുണ തോന്നണമേ. അസ്ഥിവേദനകള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, വെരിക്കോസിന്റെ രോഗങ്ങൾ കർത്താവേ കർത്താവേ കണ്ടമേ, കളിക്കണമേ. ക്രൂശിക്കപ്പെട്ടവനെ, 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 തിരുവിലാവിൽ മുറിവേറ്റവനെ, തിരുവിലാവിൽ മുറിവേറ്റവനെ വിശുദ്ധ രക്തത്താൽ അടിക്കണമേ കർത്താവേ കണ്ടമേ. കർത്താവേ, മനോരോഗികള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഈശോ ഒരു വിലയില്ലാത്തവര് കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കണ്ടാത്തോ നേടാമേ, കണ്ടാത്തോ നേടാമേ. ഈശോ ഈശോ കണ്ടാത്തോ മാർഗരോഗങ്ങള്, തീരാവേദികള്, യേശുനാമത്തിൽ, യേശുനാമത്തിൽ മാർഗരോഗങ്ങള്, തീരാവേദികള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ഇവിടെ ഒരു കൊട്ട നിറച്ച് സദ്യക്ക് വിളമ്പണ ചോറിരിക്കുക. ഇത് 5 അപ്പം കർത്താവ് 5000 പേർക്ക് തീറ്റിപ്പോയിച്ച പോലെ അടിയന്തരങ്ങൾക്ക് തടസ്സമുള്ള കുടുംബങ്ങൾ പല അടിയന്തരങ്ങളും ഉണ്ടാകാം. പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റി മാറ്റി വെക്കുന്ന കല്യാണമോ ജ്ഞാനസ്ഥാനമോ മറ്റെന്ത് അടിയന്തരങ്ങളും, അതിൻ്റെ മുഴുവൻ തടസ്സങ്ങളെ ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവാലം ഒരുപാട് ദൈവമേ, കർത്താവേ തന്ന ദർശനത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇത് വലിയൊരു സന്തോഷകരമായ സന്ദേശമാണ്. വൈവാഹിക ദോഷങ്ങൾ, മക്കളില്ലാത്തവർ, അങ്ങനെ അടിയന്തരങ്ങൾ, എല്ലാ അടിയന്തരങ്ങളും, അതിൻ്റെ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും, ശാരീരിക തടസ്സങ്ങൾ, കുടുംബപരമായ തടസ്സങ്ങൾ, സ്ഥല സംബന്ധമായ ദോഷങ്ങൾ, തടസ്സങ്ങളെല്ലാം ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നു. കൈ അടിച്ച് praise you, Jesus. We love you, Jesus. We glory Jesus. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൂക്കിൻ്റെ ഉള്ളിൽ, നമ്മുടെ മൂക്കിൻ്റെ ബാക്കിൽ നമുക്കറിയാം, നമുക്ക് തലയോടിൻ്റെ ആണെന്നറിയാം. പക്ഷെ മൂക്കിൻ്റെ ഉള്ളിലുള്ള തലയോടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് പേശികൾക്ക്, ആ പേശികൾക്ക്
പിന്നെ ഒരു ചുവന്ന ഇങ്ങനെ ഇല പോലെ ഒരു സംഭവം കാണാം ഈശോ കാണിച്ചു തരുന്നത്. അതായത് ശാരീരിക അന്തർഭാഗങ്ങളിൽ ചുവന്ന നിറത്തിൽ ഇലയുടെ അടയാളത്തിൽ കാണുന്ന രോഗങ്ങളാണ്. അതെന്ത് രോഗമാകാം, നിങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടും. പക്ഷേ കർത്താവ് അത് പൂർണ്ണമായി ഇപ്പോൾ സുഖപ്പെടുത്തിയിരിക്കുന്നു. കുരുക്കൾ പോലെ വരുന്ന അസുഖം. ആ ചെറിയ കുന്നിക്കുരുവിൻ്റെ പരുവത്തിലുള്ള കുരുക്കൾ. പക്ഷേ അതിൻ്റെ കളറെന്ന് പറയുന്നത് നെയ്യുടെ കളറാണ്. നെയ്യുടെ കളറുള്ള കുരുക്കൾ പോലെയുള്ള വസ്തുക്കൾ അതെവിടെയും ആകാം. കുടലിലാകാം, അല്ലെങ്കിൽ അണ്ഡാശയത്തിലാകാം. അങ്ങനെ എല്ലാ ആന്തരികമായ കുരുക്കളെയെല്ലാം ഈശോ ഈ നിമിഷം പൂർണ്ണമായി സുഖപ്പെടുത്തിയിരിക്കുന്ന ഇതെല്ലാം ശരീര അന്തർഭാഗങ്ങളിൽ തന്നെയാണ്. കറുത്ത് വരുന്ന ഭാഗങ്ങൾ, നമ്മുടെ ഈ കുടംപുളി, നമുക്ക് അരിക്കിടുന്ന കുടംപുളി ഇല്ലേ, അതിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ കളർ പോലെ ഇങ്ങനെ ഏതാണ്ട് 1 സെൻറ്റിമീറ്ററോളം കറുത്ത ഭാഗങ്ങൾ ശരീരത്തിലുള്ള, അത് ക്യാൻസറുമാകാം, അല്ലെങ്കിൽ ശരീരങ്ങൾ കോശങ്ങൾ അഴുകി മാറുന്ന രോഗമാകാം. അന്തർഭാഗങ്ങളിലുള്ള കറുത്ത ഭാഗങ്ങളെ ഈശോ സുഖപ്പെടുത്തി കൊടുക്കുന്ന ഹല്ലേലൂയ 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 കുടല്, അന്നനാളം, കുടലെല്ലാം കുഴല് പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ ഈശോ കാണിക്കുന്നത് കുഴല് പോലെ ഇരിക്കുന്നതാണ്. അതിന് രക്ത ഓട്ടം കുറവാണ്. അത് കുഴൽ പോലെ ഇരിക്കുന്നതിനുള്ളിൽ നമ്മുടെ ചില കുഞ്ഞു പൂക്കളില്ലേ, എന്നാ പൂക്കളെന്ന് പറയാൻ പറ്റത്തില്ല, അതായത് ചെറിയ ചെറിയ പൂക്കൾ പോലെ ഇങ്ങനെ പൂപ്പൽ പിടിച്ചിരിക്കുക. കുടലിനോ അന്നനാളത്തിനോ അതുപോലെ തന്നെ ഇങ്ങനെ കുഴൽ പോലിരിക്കുന്ന ശരീരഭാഗങ്ങളുടെ അകത്തല്ല, പുറത്ത് പൂപ്പൽ, ഫംഗസ് പിടിച്ചിരിക്കുന്ന ഫംഗസ്, അതുമൂലം മാരകമായ വിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന എൻ്റെ മക്കളോട് അവസാനമായി ഈശോയ്ക്ക് പറയാനുള്ളത്, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ തോന്നിക്കുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ആത്മീയ കാര്യങ്ങൾക്ക് അലംഭാവം കാണിക്കരുത്. അലംഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഇപ്പം നമ്മളൊരു പ്രാർത്ഥന, ഇപ്പം നിങ്ങൾ ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഇന്ന് എനിക്ക് പാടില്ല എന്നാൽ അടുത്ത ഞായറാഴ്ച പോകാം. പിന്നെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, വെളുപ്പിനെ ചെല്ലാം, അല്ലെങ്കിൽ പിന്നീട് മേക്കപ്പ് ചെയ്യാം, ഇങ്ങനെ കഴുകുകയില്ല എന്ന് പറയത്തില്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഇത് നമ്മുടെ ഉടമ്പടിയുമായിട്ട് ഒരിക്കലും ടാലിയായി പോകത്തില്ല. അതായത് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈശോ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അതെ എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാലം വിശ്വാസി, കുറച്ച് കാലം പ്രാർത്ഥന. ഇപ്പം മനസ്സിലായില്ലേ? അതായത് ഈ 5:33 വചനം ഇപ്പോൾ ഈശോ തെളിയണത്. 5:33 മത്തായി 5-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ ഉണ്ട് അതെ എന്നോ അല്ലെങ്കിൽ അല്ല എന്നോ ആയിക്കൊള്ളണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് പ്രാർത്ഥിച്ചു, നാളെ പ്രാർത്ഥിച്ചു, മറ്റൊന്ന് ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ, അല്ലെങ്കിൽ മറ്റൊന്ന് പിന്നെ ഒരു ദിവസം ലീവ് എടുത്തു, അന്ന് പിന്നെ അളിയൻ വന്നു കുപ്പി പൊട്ടിച്ചു, അന്ന് പ്രാർത്ഥന നടന്നില്ല, പിറ്റേ ദിവസം പ്രാർത്ഥിച്ചു. എന്താ പ്രോബ്ലം വരാൻ പോണത്? ഇത് മൊത്തം ക്യാൻസലായി പോകും. നിങ്ങൾ കളിക്കുന്നത് ദൈവത്തോടാണ്, പൊട്ടങ്ങളിലാണ് കളിക്കണത്. അതായത് ഈശോ പറഞ്ഞത്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് ലീവില്ല. അതായത് നിങ്ങൾ അതായത് ഒരിക്കൽ ഇപ്പോൾ കുറച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു,
പിന്നെ കുടുംബത്തിൽ എന്തെങ്കിലും ആശുപത്രി കേസ് വന്നു, ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോയി, പ്രാർത്ഥന മുടങ്ങി. നിങ്ങൾക്കറിയാമല്ലോ, പ്രാർത്ഥനയ്ക്ക് പകരം ഇപ്പം അപ്പനെ ആശുപത്രി പോയാലും ശരി, നമ്മളെ കുടുംബ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയായാലും ശരി, ആ കട്ടിൻ്റെ അരികിൽ ഇരുന്ന് നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിച്ചിരിക്കും. മനസ്സിലായി? ഇന്നിപ്പോൾ കർത്താവിനറിയാം. നിങ്ങൾ പറയുന്നത് എന്താണ്? കർത്താവിനറിയാം അപ്പൻ ആശുപത്രിയിലാണല്ലേ, കൊച്ചിന് പനിയല്ലേ, കർത്താവിനറിയാം. ഇങ്ങനെ കർത്താവിനെ അറിയിക്കരുത്. കർത്താവിന് ഒരു കാര്യം അറിയാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ അതെ അതെ എന്നോ അല്ലെങ്കിൽ അല്ല അല്ല എന്നോ. അപ്പം നിങ്ങൾ കൊച്ചിന് പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചില പറയും വർക്ക് ഈസ് പ്രയർ, അധ്വാനമാണ് ആരാധന. ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് സായിപ്പന്മാർ 18-ാം നൂറ്റാണ്ടിൽ സെർഫ്സിനെ കൊണ്ട്, അടിമകളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ വേണ്ടി അവർ മുതലാളിത്തക്കാരെ ലാഭക്കൊതിയന്മാരുണ്ടാക്കിയ പരിപാടിയാണ്. എന്താണ്? അധ്വാനമാണ് ആരാധന. ഇപ്പം ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അധ്വാനിച്ചാൽ മതി. ചില പറയും ഞാൻ വീട്ടിൽ എനിക്ക് കിടപ്പ് രോഗിയുണ്ട്, ഞാൻ രോഗിയെ നോക്കുന്നുണ്ട്. കുർബാന ഒരിക്കലും രോഗിയെ നോക്കണമായിട്ട് ബന്ധമില്ല. അത് വേറെ വീട്ടിലെ കുർബാനയാണ്, വീട്ടിലെ കുർബാന. അത് ഒരു കാരണം വെച്ചാൽ നീ ഒരു സൽപ്രവർത്തനം എടുത്തിട്ട് ആരാധനക്രമത്തെ അട്ടിമറിക്കരുത്. അത് ആബ്സെൻ്റായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നിൻ്റെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു തരികിട പരിപാടി ചെന്ന് മനസ്സിലിട്ടിട്ട് കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ പറയും. അടുക്കള കാര്യം കൊണ്ട് പോലും കർത്താവിൻ്റെ കാര്യം ഒഴിവാക്കാൻ കർത്താവ് മാർത്തായി അനുവദിച്ചില്ലല്ലോ, ഇല്ലല്ലേ? നീ അവിടെ ചെയ്യണ കാര്യം പ്രധാനപ്പെട്ട കാര്യമായിട്ട് പോലും വചനം കേൾക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതിനെ ഒഴിവാക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അടുക്കളയുടെ ജോലി കർത്താവ് അനുവദിച്ചില്ല. മാർത്ത പല കാര്യങ്ങളെക്കുറിച്ചാണ് നീ ഉത്കണ്ഠാക്കുലിയായിരിക്കണം. സാങ്കത്യമായ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അവളെ തിരഞ്ഞെടുത്തിരിക്കുമെന്ന് പറയാനേ. അപ്പോൾ ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കരുത്. പ്രത്യേകിച്ച് സൽപ്രവർത്തികൾ കൊണ്ടാണ് പിശാച് നമ്മളെ പറ്റിക്കുന്നത്, മോശം പ്രവൃത്തി കൊണ്ടല്ല. സൽപ്രവൃത്തിയും കൊണ്ടേ വരത്തുള്ളൂ. പിശാച് എപ്പോഴും നല്ല കാര്യമല്ലേ പറയത്തുള്ളൂ, മോശകാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ എന്തിനാണ് ഇങ്ങനെ വിശന്ന് മരിക്കണത്? നീ ദൈവപുത്രനല്ലേ, നല്ല മിടുക്കനല്ലേ, ഇങ്ങനെ ഈ വെള്ളവും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരുഭൂമി കിടന്ന് ചത്ത് നിൻ്റെ ലക്ഷണങ്ങളൊക്കെ കോലം കെട്ട് കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? എനിക്ക്. അപ്പം കർത്താവ് നോക്കുമ്പോൾ പിശാചിന് വരെ സങ്കടം കർത്താവിൻ്റെ സൗന്ദര്യത്തിൽ. കർത്താവ് പറഞ്ഞ് വേല മനസ്സിരിക്കട്ടെന്ന് പറഞ്ഞു. നീ സൽപ്രവൃത്തി കാണിച്ച ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി അവാതുരം തുടങ്ങിയതാണ്. പരിശുദ്ധാത്മാവ് പറയും ഇത് പണി വേറെയാണെന്ന് പറയും. അപ്പം സൽപ്രവൃത്തികൾ കൊണ്ടുപോലും നിങ്ങൾ പറയും എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമല്ല എൻ്റെ ജോലി, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, അവൾ ആശുപത്രിയിലാണ്, അതല്ലേ ഏറ്റവും വലിയ കുർബാന. ഇങ്ങനെ കുറേ ആധ്യാത്മികമായ കള്ളത്തരങ്ങൾ പറഞ്ഞ് പിശാച് നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവസാനം പറയണത്. ലീവ് ഓർ ആബ്സെൻ്റ്, അതായത് പ്രസൻറ്റ് ഓർ ആബ്സെൻറ്റ്, ദർ ഇസ് നോ ലീവ് എന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. എന്താണ്? ഒന്നെങ്കിൽ നീ ഉണ്ട് കർത്താവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഇല്ല. കാലാവസ്ഥ നിരീക്ഷണം പോലെ മാറി മാറി വരണ ഒരു പരിപാടി ഇല്ലെന്നാണ്. പ്രാർത്ഥനയുടെ ഒപ്പം എൻ്റെ മക്കൾ ഒപ്പം ഒന്നുമില്ല. അതിന് കർത്താവായ ദൈവമേ, പ്രാർത്ഥനയ്ക്ക് ഭംഗം വരാതെ തീക്ഷ്ണമായി മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്താ കാര്യം എന്നറിയാവോ? എന്താ കാര്യം? നമ്മളുടെ ഈ കഴിവ് കൊണ്ട് പല കാര്യങ്ങളും നടക്കത്തില്ലെന്ന് ദൈവത്തിനറിയാം, നമുക്കും അറിയാം, ഇല്ലേ? പിന്നെ എന്താണ് ഇത് പിന്നെ ആരായി നടത്തി തരേണ്ടത്? ദൈവം തന്നെയാണ്, അല്ലേ? അപ്പോൾ ദൈവം തന്നെ നടത്തി തരേണ്ടത് വിഷയമായതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഒരു വ്യഭിചാരവും കൊലപാതകവും നടത്തിയ മനുഷ്യൻ കണ്ണീരോടെ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ, അപ്പോൾ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, വിവരക്കേട് കൊണ്ടാണ്, എൻ്റെ തോന്നിയവാസം കൊണ്ട് ഞാൻ സമ്മതിച്ചു, എന്നെ തല്ലിക്കൊന്നാലും ശരി, എൻ്റെ ജഡമായാലും ശരി, നിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? ദാവീദ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് കൈ ഇടിച്ച് കർത്താവ്. പ്രാർത്ഥന തിരുസന്നിധിയിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. പ്രാർത്ഥന ദൈവ തിരുസന്നിധി നിൽക്കാനുള്ള നിൻ്റെ ദൈവത്തിൻ്റെ വിളിയാണ്. അത് ചിലപ്പോൾ നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കും. അപ്പം നീ പറയണം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞ് കുടിച്ചോ എന്നല്ല പറയേണ്ടത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സകല സാഹചര്യം ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കരുത്. നിൻ്റെ ദൈവ തിരുസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിളിയാണ് നിൻ്റെ സകലത്തിൻ്റെ സമ്മർദ്ദം. കൈ അടിച്ച് കർത്താവ് എഴുന്നേൽക്കുക സഹോദരങ്ങളെ.
രോഗികളെല്ലാം അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൽ ഒത്തിരി പേരെ ഈശോ സുഖപ്പെടുത്തിയതിൽ കുറച്ച് പേരുടെ ദർശനങ്ങൾ കർത്താവ് നൽകി. കുറച്ച് പേരെയായിട്ട് ഒരിക്കലും കർത്താവ് സുഖപ്പെടുത്തില്ലെന്ന് നിങ്ങൾക്കറിയാം. കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ട ജീവിക്കണ ദൈവസന്നിധാനത്തിൽ നിങ്ങളെ വിളിച്ചിരിക്കണതാണ് ദൈവം, അല്ല നിങ്ങൾ വന്നതാണെന്ന് ധരിക്കരുത്. സാക്ഷ്യങ്ങളുടെ രീതികൾ കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാനിരിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥന പരുവപ്പെടാൻ വേണ്ടി കർത്താവ് സന്ദേശം നൽകി നമ്മൾ അത് കേട്ടുപോകുന്നു. അതനുസരിച്ച് മക്കൾ വചനത്തോടും കർത്താവിനോടും തീക്ഷ്ണതയുള്ളവരായിരുന്നാൽ ബാക്കി കാര്യം ദൈവം ചെയ്തു തരും. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ അനേക മക്കളുടെ മുമ്പിൽ വന്ന് നിന്നെ സാക്ഷ്യപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നേർച്ച വസ്തുക്കളെടുക്കുക. സന്തോഷത്തോടെ നേർച്ച വസ്തുക്കളെടുക്കുക. അപ്പം മാതാവ് അത് ആശീർവദിക്കാൻ വേണ്ടി ഈശോയോട് പറയണ സമയമാണ്. നമ്മളിപ്പോഴും കുറച്ച് ജോലിയില്ലാത്തവർ, സാമ്പത്തികമായ കടമുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, ബാങ്ക് നടപടിയുള്ളവർ, മക്കൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്തവർ, പഠിക്കുന്ന മക്കൾക്ക് തന്നെ അവർ പഠിച്ചിട്ട് കയറാതെ തലപ്പോച്ചിലും ഒക്കെ ആയിട്ട് പഠനത്തിൽ താൻ തകർന്നു പോകുമെന്ന് ഓർത്ത് നിരാശപ്പെടുന്ന മക്കൾ, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവർ, നൈപുണ്യ പരീക്ഷ, യോഗ്യത പരീക്ഷ ഒക്കെയെല്ലാം പങ്കെടുക്കാൻ പോകുന്നവർ, റീവാലുവേഷൻ കൊടുക്കാൻ ആലോചിക്കുന്നവർ, അതുപോലെ തന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ, ആ മക്കളെല്ലാം, പിന്നെ ജീവിത മാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവർ, വരുമാന മാർഗ്ഗമില്ലാത്തവർ, ചെയ്ത വരുമാന മാർഗ്ഗങ്ങളിൽ വരുമാനം കിട്ടാത്തവർ, കടം വീണ് പോയവർ, പൈസ കൊടുത്തിട്ട് അത് അന്യൻ്റെ കൈ അകപ്പെട്ടിട്ട് ഇപ്പോൾ ജീവിതത്തിന് മാർഗ്ഗമില്ലാതെ വേദനിക്കുന്നവർ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നൽകുന്ന സമയമാണ്. അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണമേ, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവ്, ഞങ്ങളുടെ മക്കളെ സ്പർശിക്കണേ കർത്താവ്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ ഭൗതിക ദോഷങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തിൽ മാറിപ്പോൾ. നേർച്ച ബസ്സുകൾ എടുക്കുക. പത്രമെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പത്രം വാങ്ങിക്കാത്തവരെ കൗണ്ടറിലിരിക്കുന്ന പത്രവും പലകുറി ആശീർവദിച്ച് വെച്ചിരിക്കുകയാണ്. കൃപാസനത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്ന ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനം. നിങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അവർ നിങ്ങളോട് പറഞ്ഞു കാണും, സാക്ഷ്യക്കാർ പറഞ്ഞില്ലേ, ഒരു പത്രം കിട്ടിയാണ് ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ വന്നതെന്ന്. അപ്പോൾ ഒരു പത്രം ഒരു ആത്മാവാണെന്ന് ഓർക്കണം. ഒരു ആത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ വിലയിൽ വീണ്ടെടുക്കാനുള്ള ആത്മാവിനെ നിന്നെ ഏൽപ്പിച്ചിരിക്കണം കർത്താവ്. പത്രം കണ്ടാൽ ആരായാലും ഈശോൻ്റെ അടുത്ത് വരും. കാര്യം 400-500 മിറക്കിൾസാണ് ഒരു മാസം നടക്കുന്നത്. അതിൽ 4-1 മാത്രമേ നമ്മൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നുള്ളൂ. പത്രം തിന്നു, പത്രം കുടിച്ചു, പത്രം കെട്ടിവെച്ച്, ഇതൊന്നും ഈ അനുഭവങ്ങൾക്കൊന്നും കൃപാസനമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പത്രം വായിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓരോരുത്തർക്ക് ആന്തരികമായി ദൈവം പ്രേരണ നൽകുമ്പോൾ അവന് ആവതുള്ള പ്രാർത്ഥനാ പദ്ധതികൾ അവൻ ചെയ്യുന്നതാണ്. അത് അവൻ്റെ അനുഭവം പറയാനുള്ള അവസരം കൊടുക്കും. പക്ഷേ ഔദ്യോഗികമായിട്ട് കൃപാസനത്തിൻ്റെ അനുവാദമില്ല. നിങ്ങൾ പോയി ഇനി ഇവിടെ പ്രാർത്ഥന കേട്ടിട്ട് നിങ്ങൾ പോയി പത്രമൊക്കെ കടിച്ചു തന്നുകൊണ്ടിരിക്കരുത്. എല്ലാവരും കൂടി പല പ്രാർത്ഥന കേട്ടില്ലേ, പലതരത്തിലുള്ള സാക്ഷ്യം കേട്ടില്ലേ, അതൊക്കെ അവരവർക്ക് ആന്തരികമായിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നത് കൊണ്ട് അവർ ചെയ്യുന്നു, അവർക്ക് അനുഭവം ഉണ്ടാകുന്നു. അതൊരു മോഡലല്ല, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി അവരുടെ മോഡലായിട്ട് കൃപാസനം പ്രപ്പോസ് ചെയ്യത്തില്ല. കൃപാസനം പ്രപ്പോസ് ചെയ്യുന്നത് പത്രം വായിക്കുക, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി അത് മറ്റുള്ള വ്യക്തികളിൽ എത്തിച്ചിട്ട് അവർ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മേൽ അമ്മയുടെ കയ്യൊപ്പുണ്ടാകും. അതാണ് അടയാളം കാണുന്നത്, അമ്മയുടെ കയ്യൊപ്പുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കത് സഭയുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്കത് സ്ഥിരീകരണം നടത്തിയിട്ട് അതൊരു പൊതു തത്വമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയണത് കാശുരൂപം ബൈബിളുള്ളതാണത്, മെഴുകുതിരി ദീപം ബൈബിളിലുള്ളതാണ്, ഉപ്പ് ബൈബിളുള്ളതാണ്, ഉടമ്പടി തൈലം ബൈബിളിലുള്ളതാണ്. ബൈബിളില്ലാത്ത ഒരു കാര്യവും, സഭയുടെ പാരമ്പര്യത്തിൽപ്പെടാത്ത കാര്യങ്ങളൊന്നും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയോ വേറെ ആവശ്യമില്ലാത്ത പഠനങ്ങൾ കൊടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. സഭ എന്ത് പറയുന്നു അതേ പറയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ,
നേർച്ച വസ്തുക്കളെല്ലാം ആശീർവദിക്കാൻ പോവുകയാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര വലിയ ഉന്നതനായ ഓഫീസറായാലും നിങ്ങളുടെ പിയൂണിനെ കൊണ്ട് പത്രം കൊടുപ്പിക്കരുത്, നിങ്ങൾ തന്നെ കൊടുക്കണം. കാര്യം നിങ്ങളാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, ദൈവതിരുസന്നിധിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ഈശോനെ അറിയാത്തവരെ നമ്മൾ അറിയിക്കുന്നത്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിൻ്റെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം. ഇത് പ്രേക്ഷിത പ്രവർത്തനം പ്രതികാര നടപടിയാണ്. ആരോടുള്ള? സാത്താനോടുള്ള പ്രതികാര നടപടിയാണ്. ആത്മാക്കളെ അടിമപ്പെടുത്തി സാത്താനെതിരെ കർത്താവിന് നാം വിളിച്ച് അപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള സഭയുടെ പ്രതികാര നടപടിയാണ് പ്രേക്ഷിത പ്രവർത്തനം, മിഷൻ. അതുകൊണ്ടാണ് അഭിമാനത്തോടെ മിഷൻ ചെയ്യണത്. എത്രയോ മനുഷ്യരാണ് മിഷൻ ചെയ്യുക. അപ്പോൾ അത് പള്ളി കൊണ്ട് ഇട്ടേച്ച് ഓടിക്കളയുക, അങ്ങനെയുള്ള തരികിട പരിപാടി ഒന്നും കാണിക്കരുത്. തന്നെ അച്ഛനെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്, അപ്പം തന്നെ ഉടമ്പടി കുളമാകും. അച്ഛനെ കാണുന്ന ഉടമ്പടിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉടമ്പടി ചെയ്ത് വിശുദ്ധി പ്രാപിച്ചാൽ ഞാൻ കാണത്തുള്ളൂ, പക്ഷേ എന്നെ കാണാൻ വേണ്ടി ഉടമ്പടി ചെയ്യേണ്ടതിന് ലക്ഷ്യമില്ല. ഉടമ്പടി നിങ്ങളും അമ്മയും തമ്മിലുള്ള വിഷയമാണ്. ഉടമ്പടി അച്ചുട്ട പ്രാർത്ഥനയാണ്. അത് ബൈബിളിലുള്ള ഒരുപക്ഷെ ഒരേ ഒരു പ്രാർത്ഥനയാണ്. കാര്യം അബ്രാഹത്തിൻ്റെ കാലം മുതൽ ഈശോൻ്റെ കാലം വരെ ദൈവം ഒരു പ്രാർത്ഥന ചെയ്തിട്ടുള്ളൂ, ഉടമ്പടിയാണ്. കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെ പറഞ്ഞത്, പിന്നെ പുതുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉടമ്പടി എന്നുള്ള വാക്ക് വിടത്തില്ല ഒരിക്കലും ദൈവം. അപ്പം അതുകൊണ്ട് അതിനകത്ത് വിശ്വസ്തതയാണ് വേണ്ടത്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കണം ഉടമ്പടി എന്താണെന്ന്. പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, അച്ഛൻ ഇന്ന് എന്താണ് പറഞ്ഞിരിക്കണം. അതൊന്ന് ഓരോ പ്രാർത്ഥനയ്ക്കും വിഷയം മാറത്തില്ലേ. ഒരിക്കൽ പറഞ്ഞ വിഷയം ഒരിക്കൽ പിന്നെ പറയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് അവസാന വിഷയമാണെങ്കിൽ അമ്മ തന്നിരിക്കും എനിക്ക്. ഞാൻ ഒരു പുസ്തകം വായിക്കത്തുമില്ല. കാര്യം പുസ്തകം വായിച്ച് പറയണതല്ല ഇത് ദൈവം തന്നാൽ നമുക്ക് തരാം, അല്ലെങ്കിൽ കട്ടയുമ്പോൾ ഉടനെ മടക്കും. കർത്താവ് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്ക് ഇന്ന് തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക മാത്രമല്ല, അപ്പം തന്നെ മക്കൾ ഷെയർ ചെയ്യണം. കാര്യം അത്ര ശക്തമായ രീതിയിലാണ് തിന്മ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തിന്മ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരീശ്വരവാദികളും അതുപോലെ സഭാവിരുദ്ധന്മാരും പൈശാചിക വെറുപ്പോടുകൂടി സഭയെ ഉദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് സഭയിൽ നടക്കുന്ന മഹാത്ഭുതങ്ങൾ നിങ്ങൾ അപ്പം തന്നെ ഷെയർ ചെയ്ത് കളയണം. അല്ല, നിങ്ങൾ അവരുമായിട്ട് ഇടിവെക്കാനല്ല. ദൈവം ജീവിക്കുന്ന വലിയ വിശ്വാസ കൂടാരമാണിത്. അത് കത്തോലിക്കർ മാത്രമല്ല, അനേകം എല്ലാ മനുഷ്യൻ്റെ മക്കൾക്കും ഉള്ളതാണ്. അതുകൊണ്ടല്ലേ മുസ്ലിം സഹോദരങ്ങൾ പോലും വന്നിവിടെ സാക്ഷ്യം പറയണത്. 5 ലക്ഷം പേരല്ലേ അവിടെ സാക്ഷ്യം കണ്ടത്. അപ്പോൾ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ളതാണ് സഭ. അപ്പോൾ സഭയിൽ ദൈവം ജീവിച്ച അടയാളം കാണിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അത് വരുമ്പോൾ ടക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് കണ്ട് അനേകം മക്കൾ വിശ്വാസത്തിലേക്ക് ഒരു കാര്യം ജീവിക്കണം. ദൈവത്തിൻ്റെ അടയാളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. പ്രതിരോധിക്കാൻ പറ്റാത്ത അടയാളങ്ങളാണ് ഈശോ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഫേസ്ബുക്ക് മസ്റ്റായിട്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണമുള്ള മാർഗ്ഗങ്ങളെല്ലാം പത്രത്തിൽ തന്നെ ഉണ്ട്. അതിൻ്റെ മാർഗ്ഗം നോക്കിയിട്ട് നിങ്ങളെ ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് നിങ്ങൾ വന്നു, ഇനി നിങ്ങൾ എന്നാ പറയേണ്ടത്? ഡിസംബർ 27 അപ്പോൾ നമ്മൾക്ക് ഈ ഡിസംബർ ഞങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു. കാര്യം ഒത്തിരി പേർക്ക് സങ്കടമുള്ളത് കൊണ്ടാണ് മാറ്റി വെച്ചത്. ക്രിസ്മസുമായിട്ട് വീട്ടിൽ നിന്ന് പോരാൻ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അമ്മ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ. അമ്മച്ചി പോണാ ഇന്നത്തമായിട്ട് പോണാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് പോകും. കാരണം ക്രിസ്മസ് ഒരു വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിനാണ് അടുത്ത പ്രാർത്ഥന ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ബുധൻ കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച വെച്ചിരിക്കുക. അപ്പോൾ മറന്നു പോകരുത്. ഇന്ന് തന്നെ കുറിച്ച് കേൾക്കണം. ഡിസംബർ 27 നമ്മുടെ 4ാം ചൊവ്വാഴ്ച. അതുവരെയുള്ള എല്ലാ പ്രാർത്ഥനയും മക്കൾ എവിടെ കൂടണം? ഫേസ്ബുക്കിൽ കൂടണം, അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടണം. നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം. അത് കർത്താവിൻ്റെ വചനം പ്രചരിക്കട്ടെ. കാര്യം പുതിയ പുതിയ വചനങ്ങളും വചനത്തിന് ഉൾക്കാഴ്ചയും ജീവിതബന്ധിയായിട്ട് ഈശോ ഇപ്പോഴാണ് ഈ താറാവിൻ്റെ കാര്യമൊക്കെ ഈശോ പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷേ ഓർപ്പിച്ച് തരണമല്ല പരിശുദ്ധാത്മാവ്. മനസ്സിൽ തന്നെ പല കാര്യങ്ങളുണ്ടാകും, പക്ഷേ ഓർപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന നടപടി. പക്ഷേ അത് ആൾക്കാർ മറക്കത്തില്ല. എങ്ങനെ ഒരു ദൈവികമായ കാര്യമായിട്ട് മനുഷ്യ കാര്യങ്ങളെ മാറ്റാമെന്ന് കണ്ടുപിടിച്ചാൽ അത് കർത്താവ് ഇഷ്ടമാകണമെന്നെങ്കിൽ വാക്ക് ചേർത്താൽ മതി. അപ്പം തന്നെ സാധനം ദൈവികമായി മാറി, പിന്നെ പെട്ടെന്ന് നടക്കും. അപ്പം അത് അങ്ങനെയുള്ള സൂത്രങ്ങൾ, ആധ്യാത്മിക ദൈവിക നിഗൂഢ സത്യങ്ങൾ, അതാണ് സൂത്രം എന്ന് പറയുന്നത്. നിഗൂഢ സത്യങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണ് പ്രഭാഷണം ഈശോയുടെ പുറകെ നിൽക്കുമ്പോൾ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം.
ഒരുപക്ഷെ നിങ്ങൾക്ക് 1000 100 ഫ്രണ്ട്സ് ഉണ്ടാകും. 1/3 പേരും പാപത്തിൽ ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്ന സാക്ഷ്യം കൃപാസനത്തിൽ നിന്ന് എന്ത് സാക്ഷ്യമാണ് ഇടണമെന്ന് നിങ്ങൾ നോക്കണം. അതപ്പം തന്നെ ഷെയർ ചെയ്യണം. എന്നിട്ട് അതപ്പം ഇതിന് കർത്താവേ ഇത് കണ്ട് അനേകം മക്കൾ വിശ്വസിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാര്യം ഇത് സുവിശേഷ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. സുവിശേഷ പോരാട്ടം ഇപ്പോൾ ഇത് അതുപോലെ തന്നെ ഷാലോൺ ടിവിയിലും ഇപ്പോൾ ഈശോത്ഭുതം തുടങ്ങിയിട്ടുണ്ട്. 2-3 പേര് സാക്ഷ്യം പറഞ്ഞില്ലേ. അതായത് ഷാലോൺ ടിവിയിൽ നമ്മുടെ പ്രോഗ്രാം എപ്പോഴാണ്? എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും 8:30 മണിക്ക്. മറന്നു പോകരുത്. ഇപ്പോഴേ ഡിസംബർ 24-ാം തീയതി